ഹായ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്സ് ഓഫ് മൈ ലൈഫ്. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് ഗസ്റ്റ് വീട്ടിൽ വരുന്നുണ്ട്. സോ അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് ഞാനിപ്പോൾ. ഞാൻ കുറച്ചൊക്കെ ഡിഷസ് കാണിക്കുന്നുണ്ട്. സോ ഇതൊരു നിങ്ങൾക്കൊരു സാമ്പിളായിരിക്കുമല്ലോ വെൻ ഫ്രണ്ട്സ് കം ഓവർ ക്വിക്ക്ലി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഐ എം ട്രൈങ് ടു ഡു എ നോ ബേക്ക് കേക്ക്. ഞാൻ വന്നിട്ട് വിപ്പിംഗ് ക്രീമിൽ മെൽറ്റഡ് ജെലാറ്റിനെ ഒഴിച്ച് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ജെലാറ്റിനെ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നോ ഷുഗർ ജാമും കൂടെ ആയിട്ട് ഞാൻ ബീറ്റ് ചെയ്യാണ്. ഇത് കുട്ടികൾക്കും കഴിക്കാവുന്നതാണ്. ഞാൻ ഷുഗർ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഒരു തിരാമിസു പോലത്തെ ടൈപ്പ് ഒരു ഡെസേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. തിരാമിസു അല്ല, പക്ഷേ സിമിലർ കൈൻഡ്. ഇത് സെയിം ലേഡി ഫിംഗേഴ്സ് ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്, പക്ഷേ നോ ബേക്ക്. ഐ വാണ്ടഡ് ടു ആഡ് എ ലെയർ ഓഫ് മാംഗോ പ്യൂരി. സോ അതിനാണ് ഞാൻ കുറച്ച് മാംഗോസും കട്ട് ചെയ്യുന്നുണ്ട്. മധുരം ഒരു രക്ഷയില്ല. ഈ ജാമിനെ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ് വെള്ളത്തിൽ. ഇതിലേക്ക് ഞാൻ ആ ലേഡി ഫിംഗേഴ്സിനെ ഡിപ്പ് ചെയ്തിട്ട് അതിനെ സോക്ക് ചെയ്ത് ഞാൻ ലെയർ ചെയ്ത് വയ്ക്കാൻ പോവാണ്. ഫസ്റ്റ് ലെയർ ലേഡി ഫിംഗേഴ്സ് വരും, പിന്നെ അതിൻ്റെ മേലെ കൂടെ ഞാൻ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ആൻഡ് നെക്സ്റ്റ് ലെയർ വിൽ ബി ദ മാംഗോ പ്യൂരി. ലെയർ ഇട്ടിട്ട് യു ക്യാൻ റിപ്പീറ്റ് ദ പ്രോസസ്സ് അഗൈൻ. ഇത് നിങ്ങൾ പാൻ എത്രത്തോളം വലിപ്പമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ലെയർ ചെയ്ത് കൊണ്ടുപോകാം. ഞാനിപ്പോൾ ഇത് ഈ ചെറിയൊരു ബോക്സ് ആയതുകൊണ്ട് ഞാൻ 2 ലെയേഴ്സ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഐ ടോപ്പ് ഇറ്റ് ഓഫ് വിത്ത് സം പിസ്താഷ്യോസ് ഫോർ സം നൈസ് പ്രസൻറ്റബിൾ ലുക്ക്. ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോകുന്നു. നെക്സ്റ്റ് ഒരു വെൽക്കം ഡ്രിങ്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് വിത്ത് പൈനാപ്പിൾസ്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബ്ലെൻഡ് ഇറ്റ് ആൻഡ് ടേക്ക് ഇറ്റ്. ആൻഡ് ഇതിനെ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. സോ ഫോർ എ സ്മൂത്തർ ഡ്രിങ്കിങ് ടെക്സ്ചർ. റൈറ്റ് ബിഫോർ സെർവിങ് ഞാൻ ഇതിലേക്ക് പോപ്പിംഗ് ബോബ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടി ബ്ലൂബെറീസ് ഇങ്ങനെ ഗ്ലാസിൻ്റെ പക്കത്ത് വെച്ചിട്ട് സെർവ് ചെയ്യും. ഇതൊരു നല്ലൊരു റിഫ്രഷിംഗ് ലുക്ക് ഉണ്ടായിരുന്നു കാണാൻ. ആൻഡ് ദ നെക്സ്റ്റ് ഡിഷ് ഇൻ ദ മെനു ഇസ് കേർഡ് റൈസ്. ആൻഡ് ഇത് കുറച്ച് ഒരു ഡിഫറെൻറ്റ് ലുക്കിലാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം കേർഡിനായിട്ട് റൈസിന് നല്ല സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ താളിപ്പിനെ അതിൻ്റെ മേലെ കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടി ഞാൻ ഒരു ബീട്രൂട്ട് എക്സ്ട്രാക്റ്റിന് മേലെ ചേർക്കുന്നുണ്ട് ഒരു കളർ ഡിഫറൻസിന് വേണ്ടി. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഐ എം ആഡിങ് സം പോമഗ്രാനേറ്റ്സ് ഫോർ സം ക്രഞ്ച്. നെക്സ്റ്റ് മെയിൻ ഡിഷ് ഞാൻ ഇന്നൊരു ഗീ റൈസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് ഇസ് വെരി സിംപ്ലസ്റ്റ് ഗീ റൈസ് എനിബഡി ക്യാൻ മേക്ക്. സോ ഫസ്റ്റ് തിങ് ഞാൻ ഗീ ആൻഡ് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് ഓണിയൻസ് ഇട്ട് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്ന ഒരു വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ക്യാരറ്റ്സ്, ടൊമാറ്റോ ആൻഡ് പൊട്ടാറ്റോ. ഇത് നല്ലോണം സോട്ടി ആയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത റൈസ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 5 കപ്പ് റൈസാണ് എടുത്തത്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ സോൾട്ട് ഇട്ടിട്ട് പിന്നെ ഫ്രഷ് മിൻറ്റ് ലീവ്സ് ആൻഡ് സിലാൻഡ്രോ ഇടുന്നുണ്ട്. 1 കപ്പിന് 1.5 കപ്പ് റേഷ്യോയിൽ ഞാൻ വാട്ടർ ഒഴിക്കുന്നുണ്ട്. ഇതിന് ഒരു നല്ല ഇളക്കി കൊടുത്തിട്ട് 8 മിനിറ്റ്സ് ഹൈയിൽ ഇൻസ്റ്റാ പോട്ടിൽ പ്രഷർ കുക്കിൽ ചെയ്തെടുത്തു. നല്ല ബ്യൂട്ടിഫുള്ളി കുക്കായി വന്നിട്ടുണ്ട് വിത്ത് നൈസ് റിച്ച് ഫ്ലേവർ. ഇവിടെ സൈഡ് ഡിഷായിട്ട് ഞാൻ വന്നിട്ട് ഒരു ചിക്കൻ റോസ്റ്റാണ് ചെയ്യുന്നത്. അതിന് ഞാൻ 1 ടീസ്പൂൺ പെപ്പർകോൺസ്, 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ് ആൻഡ് ജീര സീഡ്സ്, 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ സീഡ്സ് ആൻഡ് സം ഗാർലിക് ആൻഡ് കറി ലീവ്സ് ഇട്ടിട്ട് അതിനെ കുറച്ച് റോസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ അരപ്പിനെ നമ്മൾ കഴുകി വെച്ച് ചിക്കൻ്റെയൊക്കെ ഇട്ടിട്ട് സോൾട്ടും ഇട്ട് കുറച്ച് യോഗോട്ടും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 1 hour എങ്കിലും നമ്മൾ സെറ്റാകാൻ വയ്ക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കന് കുറച്ച് നേരം വെച്ചാൽ അതിൽ നല്ലോണം മസാല കയറും ആൻഡ് ചിക്കൻ കുറച്ച് നമുക്ക് ജ്യൂസി ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് ഐ എം ആഡിങ് ദി എൻറ്റയർ തിങ് ആൻഡ് കുറച്ച് നല്ലോണം അത് നേരെ തിളപ്പിച്ചെടുക്കണം. ഇത് ഗ്രേവി കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അതും ചെയ്യാം. ഐ ടോപ്പ് ഇറ്റ് ഓഫ് വിത്ത് സം കറി ലീവ്സ് ആൻഡ് ടേക്ക് ഇറ്റ് ഓഫ്. ഒരു വെജ് കറിയും കൂടി ചെയ്തായിരുന്നു, അതെടുക്കാൻ പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് പെട്ടെന്ന് ചെയ്യേണ്ട സമയം ഉണ്ടായിരുന്നില്ല. വെൻ യു കുക്ക്
so wholeheartedly and people enjoy that. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. സ്പെഷ്യലി കിഡ്സൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ കുക്ക് ചെയ്തവർക്കൊരു മനസ്സിന് ഹാപ്പിനെസ് ഉണ്ടാവും. സോ നെക്സ്റ്റ് ടൈം ഇഫ് യു ആർ തിങ്കിങ് ഗസ്റ്റ് വരുന്നു എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ യു ക്യാൻ റെഫർ ബാക്ക് ടു ദിസ് വീഡിയോ. I hope you enjoyed this video and I hope to come back with a lot more recipes. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ടാറ്റ ബൈ ബൈ.